തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാം വിധം വഷളായതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നുമാണ് ഇങ്ങനെയൊരു വിവരം പുറത്തുവരുന്നത്. ജയലളിതയുടെ നില അതീവ ഗുരുതരം എന്നാണ് ബുള്ളറ്റിൻ വന്നിട്ടുള്ളത്. എക്മോ സംവിധാനത്തിലാണ് ജീവൻ നിലനിർത്തുന്നതെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഗവർണർ വിദ്യാസാഗർ റാവു ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ചെന്നൈയിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തോട് പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചിരുന്നു. മന്ത്രി വെങ്കയ്യ നായിഡു അല്പസമയത്തിനകം ചെന്നൈയിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സിജു സുഗതൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സിജു, ഒരുപക്ഷെ ഇന്നലത്തെ ഹൃദയാഘാതത്തെ തുടർന്ന് അതിനുശേഷം വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് അറിയുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ്? ആശുപത്രിയിൽ നിന്ന് 12:30 അതായത് 12:30 മാത്രമാണ് മെഡിക്കൽ ബുള്ളറ്റിൻ എന്ന രീതിയിൽ ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. അതിനുശേഷം മറ്റ് യാതൊരു വിവരങ്ങളും അവിടെ നിന്ന് ലഭ്യമാക്കുന്നില്ല. അത് പ്രകാരം അറിയുന്നത് ഇതാണ്: കാർഡിയാക് അറസ്റ്റിനെ തുടർന്ന് ഇന്നലെ പ്രവേശിപ്പിക്കപ്പെട്ട ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. എക്മോ സംവിധാനത്താൽ ജയലളിത ജീവൻ നിലനിർത്തുന്നുവെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിലെ അല്പം മുമ്പ് ജയലളിതയെ കഴിഞ്ഞ തവണ ചികിത്സിച്ച ലണ്ടനിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധൻ പ്രൊഫസർ റിച്ചാർഡ് ബെയ്ലി പറയുന്നത് പ്രകാരം ലോകത്ത് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സയാണ് ഇപ്പോൾ ജയലളിതയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ രംഗത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ചികിത്സ അത് അപ്പോളോ ഹോസ്പിറ്റൽ നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. ഇനി എല്ലാം പ്രാർത്ഥനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന തരത്തിലാണ് റിച്ചാർഡ് ബെയിൽ പറഞ്ഞിരിക്കുന്നത്. ജയലളിത അത്യാസന്ന നിലയിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ബെയിലിന്റെ വാക്കുകളിലൂടെയും അതോടൊപ്പം തന്നെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെയും നമുക്ക് നൽകാൻ കഴിയുന്നത് ആശങ്കയ്ക്ക് വകയുള്ള വാർത്തയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോളോ ആശുപത്രിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരേ സമയം ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വളരെ അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ തന്നെ ആരാണ് ഇനി തമിഴക രാഷ്ട്രീയത്തെ ADMK അല്ലെങ്കിൽ ഭരണത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ചർച്ചകളും മറ്റൊരു കോണിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിലേക്ക് ഗവർണർ വിദ്യാസാഗർ റാവു പോയിട്ടുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന നില ഭദ്രമാണ് എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് ഗവർണർ വിദ്യാസാഗർ റാവു കേന്ദ്രത്തിന് നൽകിയിരുന്നു. ആശങ്കകൾ പരത്തുന്ന വാർത്തകൾ ആരും പ്രചരിപ്പിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവിനെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെന്നൈയിലേക്ക് അയച്ചിരിക്കുകയാണ്. അങ്ങനെ നിലവിലുള്ള എല്ലാ സ്ഥിതിഗതികളും വെച്ച് നോക്കുമ്പോൾ വളരെ ആശങ്കകൾക്ക് അടിസ്ഥാനമുള്ള വാർത്തകളാണ് ചെന്നൈയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായതിനെ തുടർന്ന്, അതായത് ഹൃദയസ്തംഭനം ഉണ്ടായതിനെ തുടർന്ന് ജയലളിതയെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 3.5 മാസക്കാലമായി ജയലളിത അപ്പോളോ ആശുപത്രിയിൽ തന്നെയാണ് കഴിയുന്നത്. പനിയെ തുടർന്നും അതോടൊപ്പം നിർജ്ജലീകരണത്തെ തുടർന്നും പ്രവേശിപ്പിച്ച ജയലളിത അവയവങ്ങളുടെ പ്രവർത്തനമെല്ലാം നിലച്ചതായി അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ യാതൊരു വിശദീകരണവും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒടുവിലായി നമുക്ക് പറയാൻ കഴിയുന്നത് മെഡിക്കൽ ബുള്ളറ്റിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് വിവരങ്ങൾ പറയാൻ കഴിയുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ജയലളിതയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. അത് യന്ത്രസഹായത്താൽ ജീവൻ നിലനിൽക്കുന്നു എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. അതിനെ സാധൂകരിച്ചുകൊണ്ട് ജയലളിതയുടെ സ്ഥിതി ആശങ്കാജനകമാണ് ജയലളിതയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന വാർത്തയ്ക്ക് സാധൂകരണം നൽകിക്കൊണ്ട് പ്രൊഫസർ റിച്ചാർഡ് ബെയിലിന്റെ മെയിൽ കൂടി വന്നിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, ജയലളിതയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ജയലളിതയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാ മെഡിക്കൽ സഹായവും ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. അത് പ്രാർത്ഥനയ്ക്കായി വിടാം എന്ന തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിജു, ഈ പ്രത്യേകിച്ച് നവംബർ 4 വന്ന ഹോസ്പിറ്റലും ഈ വലിയ രീതിയിൽ ഈ ഒരു നിലവിലത്തെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ജയലളിത റിക്കവർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്ന രീതിയിലേക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ പെട്ടെന്നുണ്ടായ ഈ ഒരു കാർഡിയാക് അറസ്റ്റ് ആണ് പൂർണ്ണമായി ഇപ്പോൾ കാര്യങ്ങൾ ഈ വിധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡയബറ്റിക്സ് ഒക്കെ വല്ലാതെ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. സൗമ്യ, ജയലളിതയുടെ ആരോഗ്യം സംബന്ധിച്ച്, ജയലളിതയുടെ കരളിന്റെ പ്രവർത്തനം സംബന്ധിച്ച്, കരളിന്റെ രോഗവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചികിത്സ ഉണ്ടായിരുന്നു. കടുത്ത പ്രമേഹ ബാധിതയായിരുന്നു അവർ. ഇന്നലെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മെഡിക്കൽ ബുള്ളറ്റ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നില്ല അപ്പോളോ ആശുപത്രി അധികൃതർ. ഇന്നലെ ചെല്ലുന്നത് കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം. നേരത്തെ അങ്ങനെ ഒരു അവസ്ഥ സംജാതമായിരുന്നില്ല. അതിനുശേഷം ഇന്നലെ അപ്പോളോ ആശുപത്രിയിലെ 3 മാസത്തെ വാസത്തിന് ശേഷം ഇന്നലെയാണ് ആദ്യമായി ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത്. അതേ തുടർന്നാണ് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വന്നത് എന്നാണ് അപ്പോളോ അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വളരെ ലളിതമായ വാക്കുകളിൽ പറഞ്ഞാൽ യന്ത്രസഹായത്തോടെ ഒരു ജീവൻ നിലനിൽക്കുന്നു എന്ന് വളരെ ചുരുക്കി പറയാം.
ഹൃദയത്തിൻ്റെയും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം യന്ത്രമാണ് നിർവഹിക്കുന്നത്. രക്തക്കുഴലുകളിൽ നിന്ന് രക്തം വലിച്ചെടുക്കുകയും അതോടൊപ്പം ഓക്സിജൻ അതോടൊപ്പം ചേർത്ത് ശ്വാസകോശത്തിൽ എത്തിക്കുന്നു. ഹൃദയം രക്തം പമ്പ് ചെയ്തതിന് പകരം എക്മോ അവിടെ ഈ എക്മോയുടെ സംവിധാനം അത് എത്രത്തോളം പ്രധാനമാണ്? പ്രത്യേകിച്ച് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സിജു പറഞ്ഞ പോലെ തന്നെ ഓക്സിജൻ ശരീരത്തിൽ എത്തിക്കുക എന്നതാണ് അതിന്റെ പ്രധാന കർത്തവ്യം. അതായത് ലങ്സും ഹാർട്ടും പൂർണ്ണമായും പ്രവർത്തിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഈ വിധത്തിലേക്കുള്ള ഒരു എക്മോയുടെ ഉപയോഗം വേണ്ടിവരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ അവർക്കത് എങ്ങനെയായിരിക്കും അവരുടെ ജീവൻ നിലനിർത്തുന്നതിൽ സുപ്രധാന ഒരു ഘടകമാകുന്നത്? സൗമ്യ, ആദ്യം ഹൃദയസ്തംഭനമോ അല്ലെങ്കിൽ ശ്വാസതടസ്സമോ ഉണ്ടാകുന്ന ഒരാൾക്ക് ആദ്യം നൽകുന്ന ചികിത്സ CPR എന്ന് പറയും. കാർഡിയോ പൾമണോളജി റിസസിറ്റേഷൻ എന്ന് പറയുന്ന CPR. അത് ശക്തമായി നെഞ്ചത്ത് മർദ്ദിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ മൂക്കിലൂടെ മൂക്കിലൂടെ ശ്വസിക്കാൻ വായു നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് അതിൽ നിരന്തരമായി ഇങ്ങനെ മർദ്ദനം ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ സ്വയം ശ്വസിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നു. പക്ഷേ അത് ഫലവത്താകാത്ത ഒരു സാഹചര്യത്തിലാണ് എക്മോ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വരുന്നത്. എക്മോ സംവിധാനത്തിൽ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. ഹൃദയം പ്രവർത്തിക്കാത്തപ്പോൾ ഹൃദയത്തിന് പകരം എക്മോ പ്രവർത്തിക്കുന്നു. രക്തക്കുഴലുകളിൽ നിന്ന് രക്തം വലിച്ചെടുക്കുകയും അതോടൊപ്പം അതിലൂടെ ഓക്സിജൻ കലർത്തി ശ്വാസകോശത്തിലേക്ക് വിടുകയും ചെയ്യുന്നു. ഇതിനിടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു തള്ളുകയും ചെയ്യുന്നു. അതായത് ഒരു സാധാരണ മനുഷ്യ ശരീരം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥ. ഈ അവസ്ഥയാണ് ക്രിട്ടിക്കലി എന്ന് പറയുന്നത്. അപ്പോളോ ആശുപത്രി അധികൃതർ അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. യന്ത്രസഹായത്താൽ ഇതിന് റിക്കവർ ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ളത് അവർ തന്നെ പറയേണ്ടി വരും. അതിന്റെ സാധ്യതകളെ സംബന്ധിച്ച് ഇപ്പോൾ റിച്ചാർഡ് ബെയ്ലിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു രോഗാവസ്ഥയിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം ഇതാണ്. കാരണം അമേരിക്കയും അതോടൊപ്പം ലണ്ടൻ അടക്കമുള്ള ഇംഗ്ലണ്ട് അടക്കമുള്ള വളരെ മെച്ചപ്പെട്ട ആധുനിക വൈദ്യ സാങ്കേതിക വിദ്യ വികസിത രാജ്യങ്ങളിൽ പോലും ഏറ്റവും അവസാന സ്റ്റേജിൽ നൽകാൻ കഴിയുന്ന ഒരു ചികിത്സാ സംവിധാനമാണ് യന്ത്രസഹായത്തോടുള്ള എക്മോ സംവിധാനത്തോടെയുള്ള ജീവൻ നിലനിർത്തൽ. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ജയലളിത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെയ്ലി പറഞ്ഞ വാക്കുകളിലേക്ക് വീണ്ടും നമുക്ക് കടമെടുക്കേണ്ടി വരുന്നു. ഇനി ബെയ്ലി പറഞ്ഞു വെച്ച വാക്കുകൾ ഇതാണ്: ജയലളിതയ്ക്ക് നൽകാൻ കഴിയുന്ന എല്ലാവിധ ചികിത്സയും ഏറ്റവും ഉന്നതമായ ചികിത്സയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനിയെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന തരത്തിൽ പറഞ്ഞു മാത്രം. പക്ഷേ സിജു, ഈ സെപ്റ്റംബറിൽ ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ വളരെ ഗൗരവതരമായ ഒരു അവസ്ഥയിലായിരുന്നു. അതിന്റെ പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായിരിക്കണം ഈ ഏറ്റവും ഒടുവിൽ ഉണ്ടായ കാർഡിയക് അറസ്റ്റ് കൂടി എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഇപ്പോഴും അഭ്യൂഹങ്ങൾ തന്നെയാണ് പരക്കുന്നത്. കൃത്യമായി അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് രണ്ട് കാര്യങ്ങളാണ് അന്ന് അപ്പോളോ മെഡിക്കൽ അധികൃതർ അറിയിച്ചിരുന്നത്. ലോ ഗ്രേഡ് ഫീവർ, അതോടൊപ്പം തന്നെ അക്യൂട്ട് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന അവസ്ഥ, അതായത് നിർജ്ജലീകരണവും അതോടൊപ്പം തന്നെ പനി എന്ന് മാത്രം രണ്ട് വരികൾ മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ അതായത് പനിയും നിർജ്ജലീകരണത്തെയും തുടർന്ന് പ്രവേശിപ്പിക്കുന്നു. പിന്നീട് ആന്തരിക അവയവങ്ങളെല്ലാം തകരാറിലായി, വൃക്കയുടെയും അതോടൊപ്പം തന്നെ കരളിന്റെയും പ്രവർത്തനങ്ങൾ തകരാറിലായി എന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വരുന്നു. ഒരു മാസത്തിന് ശേഷം വരുന്നു അവരെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി പിന്നീട് വാർഡിലേക്ക് മാറ്റി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതെല്ലാം കൂടി വയ്ക്കുമ്പോൾ ഇപ്പോൾ പോലും, അതായത് ഈ ജയലളിതയ്ക്ക് എന്താണ് ശരിയായ അസുഖം എന്ന് വെറും ഒരു നിർജ്ജലീകരണം എന്ന അർത്ഥത്തിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു അസുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏതായാലും അതീവ ഗുരുതരം തന്നെയാണ്. ജയലളിതയുടെ ജീവൻ യന്ത്രസഹായത്താൽ നിലനിൽക്കുന്നു. എങ്ങനെയാണ് ജയലളിത ഇനി ജീവിതത്തിലേക്ക് കടന്നു വരിക, ജീവിതത്തിലേക്ക് തിരികെ വരുമോ, എങ്ങനെ ഈ അവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന ഈ അവസ്ഥ എങ്ങനെ മറികടക്കുമെന്നത് സംബന്ധിച്ചൊരു ആശങ്ക തമിഴ് ജനതയും അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നുണ്ട്. ഇപ്പോൾ രാജ്യം ഒന്നടങ്കം തന്നെ പ്രധാനമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് ജയലളിതയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ അപ്പോൾ അറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഗവർണർ ക്രമസമാധാന നില ഭദ്രമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് പറയാൻ കഴിയും തമിഴ് മക്കളുടെ ഒരു വികാരം. ഇപ്പോൾ തന്നെ ഇന്ന് ജയലളിത ഈ ഹൃദയസ്തംഭനത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തയുടെ ആഘാതത്തിൽ തന്നെ 3 പേർ ഹൃദയസ്തംഭനം വന്നു മരിച്ച ഒരു സംസ്ഥാനം. ജയലളിത ജയിലിൽ അടയ്ക്കപ്പെട്ടതിനെ തുടർന്ന് 100ഓളം പേർ ആത്മഹത്യ ചെയ്ത ഒരു സംസ്ഥാനം. ഇത്തരത്തിൽ തമിഴക രാഷ്ട്രീയം വളരെ വികാരവുമായി കൂടിക്കലർന്ന് സിനിമയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും എല്ലാം കൂടിക്കലർന്ന ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യം. ദില്ലിയിൽ നിന്നുള്ള ചില വിവരങ്ങളിലേക്ക് കൂടി പോകാം. ഏതായാലും ഗവർണർ വിദ്യാസാഗർ റാവു ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് അവിടെ തന്നെ തുടരാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിന് മുൻപായി അദ്ദേഹം അപ്പോളോ ആശുപത്രിയിലേക്ക് തിരിക്കുന്നതിന് മുൻപായി പ്രധാനമന്ത്രി അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നതുകൂടി ഗൗരവതരമാണ്. ആഭ്യന്തരമന്ത്രിയുമായി ചേർന്ന് സുരക്ഷ
സുരക്ഷയുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ മന്ത്രി വെങ്കയ്യ നായിഡു ചെന്നൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹവും അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു വലിയ സജ്ജീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട് എന്നതുകൂടിയാണ് ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മനുവിലേക്ക്. മനു, എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഇത്തരം വാർത്തകളുടെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗവർണർ വിദ്യാസാഗർ റാവു ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവും അല്പസമയങ്ങൾക്കകം അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിച്ചേരും. ഈ സമയം വരെ ഗവർണറോട് ആശുപത്രിയിൽ തന്നെ തുടരാൻ ഒരു നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. Then why should I speculate other things, my friend? You see, the best medical care is being given. As he came out of sepsis as a miracle, I hope, I wish she will come out. മികച്ച ചികിത്സ നൽകുകയാണ് എന്ന് തന്നെയാണ് വൈക്കോയും സംസാരിച്ചിട്ടുള്ളത്. യെസ്, ഞങ്ങളുടെ റിപ്പോർട്ടർ മനുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അതിൽ കൂടുതൽ നേതാക്കൾ ഒക്കെ തന്നെയും അവിടേക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അവിടേക്ക് എത്തിച്ചേരുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു, എങ്ങനെയാണ് പ്രത്യേകിച്ച് കൂടുതൽ സേനയെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്? ആഭ്യന്തരമന്ത്രിയുമായി ചേർന്ന് തന്നെ പ്രധാനമന്ത്രിയുമായി ചേർന്നുള്ള ചർച്ചകൾ എങ്ങനെയായിരുന്നു? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു അല്പസമയങ്ങൾക്കകം അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചേരുകയും ഇതിനുശേഷം നേരിട്ട് അപ്പോളോ ആശുപത്രി അധികൃതർ കേന്ദ്രമന്ത്രി മുമ്പാകെ ഒരു വിശദീകരണം നൽകുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ഈ വിവരങ്ങൾ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും വെങ്കയ്യ നായിഡു ഫോണിലൂടെ അറിയിക്കുമെന്നുകൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ നിരന്തരം അപ്പോളോ ആശുപത്രി അധികൃതരുമായി സെപ്റ്റംബർ 22-ാം തീയതി அப்பல்லோ மருத்துவமனையில் உடல்நலக் குறைவினால் சிகிச்சைக்கு அனுமதிக்கப்பட்டு அவர்களுக்கு உயர்ந்த மருத்துவம், மிக தேர்ந்த மருத்துவம் அப்பல்லோ மருத்துவமனையில் வழங்கப்பட்டு அவர்கள் உடல்நலம் தேறி வந்தது. உடல்நலம் தேறி வந்த நிலையில் அவர்களால் பேச முடிந்தது. கஷ்டம் இருந்தாலும் பேச முடிந்தது. இது உண்மை. பேசினார்கள், மெதுவாக பேசினார்கள், கையெழுத்தும் போட்டார்கள். இதை சில பேர் இந்த கையெழுத்து உண்மைதானா என்று கொச்சைப்படுத்த முனைந்தார்கள். தொலைக்காட்சியை பார்த்துக் கொண்டிருந்தார்கள். நேற்று பிற்பகல் 2:30 மணி வரையில் அவர்கள் உடல்நலம் நன்கு முன்னேறி வந்ததால் எய்ம்ஸ் டாக்டர்கள் நேற்று முன்தினம் she has completely recovered, முழுமையாக பூரண குணமடைந்து விட்டார் என்று கூறினார்கள். பின்னர் 4 மணி அளவில் எதிர்பாராத விதத்தில் கார்டியாக் அரெஸ்ட், இருதயத்திலே நோய் ஏற்பட்டதனால் அவர்களுக்கு இந்த பின்னடைவு ஏற்பட்டிருக்கிறது. இதற்கு என்ன வைத்தியம் செய்ய முடியுமோ அந்த உயர்ந்த வைத்தியத்தை கொடுத்து வருகிறார்கள். டெல்லியிலிருந்து எய்ம்ஸ் டாக்டர்கள் இப்பொழுது வந்து கொண்டிருக்கிறார்கள். அநேகமாக இன்னும் சில நிமிடங்களில் வந்து விடுவார்கள். ஒன்றை குறிப்பிட விரும்புகிறேன், சகோதரி ஜெயலலிதா மிகுந்த மன தைரியம் வாய்ந்தவர். இந்த செப்சாக் என்று சொல்லப்படுகிற செப்டிசிமியா வந்து யாரும் பிழைச்சது கிடையாது. ஆனால் அந்த செப்டிசிமியா வந்து அதிலிருந்து மீண்டு விட்டார்கள். நான் டாக்டர் பிரதாப் ரெட்டிகிட்டே கேட்டேன், வாட் அபவுட் செப்சாக், செப்டிசிமியா? தட் ஹஸ் பீன் நல்லிஃபைட். ரொம்ப அது ஒரு அதிசயம். எப்படி எம்ஜிஆர் அவர்கள் அந்த உடல்நல குறைவிலிருந்து அவர்கள் மீண்டு வந்தார்களோ அதை போல அந்த தொடக்கத்தில் ஏற்பட்ட அந்த ஆபத்தான கட்டத்திலிருந்து மீண்டு வந்தார்கள். அதை போல இப்பொழுது ஏற்பட்டிருக்கக்கூடிய இந்த பின்னடைவிலிருந்தும் அவர்கள் மீண்டு வர வேண்டும். தமிழ்நாட்டு நன்மைக்காக, தமிழகத்தின் வாழ்வாதாரங்களை காப்பதற்காக லட்சோப லட்சம் அண்ணா திராவிட முன்னேற்ற கழக தொண்டர்கள், முதலமைச்சர் ஜெயலலிதா அவர்களை நெஞ்சிலே பூஜித்துக் கொண்டிருக்கிற தொண்டர்கள், நம் தாய்மார்கள், கட்சிக்காரர்கள் மட்டுமல்ல, தமிழகத்தின் கோடிக்கணக்கான மக்கள் அவர்கள் பூரண நலம் பெற வேண்டும் என்று ஆலயங்களிலே போய் பிரார்த்தனை செய்கிறார்கள், பூசை செய்கிறார்கள், தேவாலயங்களிலே ஜெபிக்கிறார்கள், மசூதிகளிலே தொழுகை நடத்துகிறார்கள். நான் பகுத்தறிவாளன். அந்த அடிப்படையில்
நான் இயற்கை அன்னையினுடைய அருளை வேண்டுகிறேன். சகோதரி ஜெயலலிதா மாண்புமிகு முதலமைச்சர் அவர்கள் சாதித்தது வரலாற்றில் கல்வெட்டாக பதியும். சுதந்திர தமிழீழத்துக்காக அவர்கள் போட்ட தீர்மானம், சட்டமன்ற தீர்மானம் தமிழர்களின் வரலாற்றில் 1000 ஆண்டுகளுக்கு பேசப்படும். அதை போலவே சமூக நீதியை காப்பதற்காக கொண்டு வந்த அரசியல் சட்ட திருத்தம், நான் நடைபெறத்தை முடித்துக் கொண்டு போய் ஓட்டு போட்டேன். காவிரியை காப்பதற்கு, முல்லை பெரியாரை காப்பதற்கு, தமிழகத்தின் வாழ்வாதாரங்களை காப்பதற்கு அவர்கள் எடுத்திருக்கிற முயற்சிகள், இந்த சாதனைகள். இந்த கட்டத்தில் என்னிடம் ஒரு நிருபர் கேட்டார், அதிமுகவிலே ஏதாவது நெருக்கடி ஏற்படுமா, இதிலே மாற்றம் வருமா என்று ஒரு ஆங்கில பத்திரிகை தொலைக்காட்சி நிருபர் கேட்டார். நான் சொன்னேன், இங்க ஏதாவது பிரச்சனை அதிமுக ஏற்பட்டுரும், அதுல உள்ள நுழைஞ்சு நம்ம ஏதாவது கொண்ட குட்டையில மீன் பிடிச்சிடலாம், நம்ம எங்கேயா வந்துடலாம், ஆட்சியை பிடிச்சிடலாம். சில பேர் முட்டாள்களின் சொர்க்கத்தில் இருக்கிறார்கள். ஒரு காலம் அது நடக்காது. முதலமைச்சர் நலம் பெற்று வர வேண்டும் என்று நான் വിരുമ്പുகிறேൻ. വൈക്കോ സംസാരിക്കുകയായിരുന്നു. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ടുകൾ അവരുടെ ജയലളിതയുടെ ആരോഗ്യനില പുരോഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായി തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. ഏതായാലും കൂടുതൽ നേതാക്കൾ അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഗവർണർ വിദ്യാസാഗർ റാവു നിലവിൽ അപ്പോളോ ആശുപത്രിയിൽ തന്നെ ഉണ്ട്. മന്ത്രി വെങ്കയ്യ നായിഡു അല്പസമയത്തിനകം തന്നെ ചെന്നൈയിലേക്ക് അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ദില്ലിയിൽ നിന്ന് നേരത്തെ തന്നെ തിരിച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം എത്തിച്ചേരും. വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഏതായാലും ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടുതൽ സുരക്ഷയ്ക്കായി കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതായാലും കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ തമിഴ്നാടും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളൊക്കെ തന്നെയും ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാസാഗർ റാവുവിനോട് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ തന്നെ തുടരാനുള്ള ഒരു നിർദ്ദേശമാണ് പ്രധാനമന്ത്രിയും നൽകിയിരിക്കുന്നത്. മന്ത്രി വെങ്കയ്യ നായിഡു എത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർമാരുമായൊക്കെ ചർച്ച ചെയ്യും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദില്ലിയിൽ നിന്നും മനു ശങ്കറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മനു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വെങ്കയ്യ നായിഡു എപ്പോഴാണ് എത്തിച്ചേരുക? ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളും. സൗമ്യ, ഉച്ചയോടുകൂടി അടുത്ത് തന്നെ വെങ്കയ്യ നായിഡു ദില്ലിയിൽ നിന്ന് അയക്കാനുള്ളൊരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരുന്നു. അതിനാൽ തന്നെ അല്പസമയങ്ങൾക്കകം തന്നെ 5 മണിയോടുകൂടി അടുത്ത് തന്നെ വെങ്കയ്യ നായിഡു അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ അപ്പോളോ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴും അധികൃതർ ഈ വാർത്താക്കുറിപ്പിൽ ഇറക്കിയതുപോലെയുള്ള സമാനമായ കാര്യങ്ങളാണ് ഔദ്യോഗികമായും സ്ഥിരീകരിച്ച് ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നത്. ഇതിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ന് രാവിലെ തന്നെ അറിയിച്ചതും ഇന്നലെ ഹൃദയാഘാതം വന്നതിന് ശേഷം ഈ അത്യാസന്ന വിഭാഗത്തിലേക്ക് ജയലളിതയെ പ്രവേശിപ്പിച്ചതിന് ശേഷവും വലിയ രീതിയിലുള്ള പുരോഗമനങ്ങളൊന്നും അതിനുശേഷം ചികിത്സയോട് പ്രതികരിക്കുന്ന രീതിയിൽ പുരോഗമനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി പ്രധാനമന്ത്രിയെ വിവരം ധരിപ്പിക്കുകയും ചെയ്തത്. ഗവർണർ നേരിട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ ബന്ധപ്പെടുകയും ക്രമസമാധാന പ്രശ്നം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു, ഈ സാഹചര്യത്തിൽ സുരക്ഷ കർശനമാക്കണമെന്നൊരു ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതിനെ തുടർന്നാണ് 9 ബറ്റാലിയൻ യൂണിറ്റുകളെ കൂടി സംസ്ഥാനത്തേക്ക് വിന്യസിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത്. CRPF-ന്റെയും CASF-ന്റെയും 9 ബറ്റാലിയൻ യൂണിറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതോടൊപ്പം CRPF-ന്റെയും CASF-ന്റെയും DG-മാർ ചെന്നൈയിലുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ഇത് നടപ്പാക്കുകയും ചെയ്യുന്നത്. ഈ DGP-യോട് ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ക്രമസമാധാന നില സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വിവിധ ബറ്റാലിയനിലുള്ള പോലീസുകാരോട് ക്രമസമാധാന പാലനത്തിനായി തിരികെ എത്തണമെന്ന് DGP അടിയന്തര ഉത്തരവിടുകയും പോലീസുകാർ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഡ്യൂട്ടിയിൽ തിരികെ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്ത, അണ്ണാ DMK MLA-മാരെല്ലാം പാർട്ടി ആസ്ഥാനത്ത് ലോയ്ഡ്സ് റോഡിലെ പാർട്ടി ആസ്ഥാനത്ത് അടിയന്തരമായി ഇന്ന് വൈകിട്ട് 6:15 യോഗം ചേരുന്നു എന്നാണ് അറിയുന്നത്. MDMK നേതാവ് വൈക്കോയുടെ വാക്കുകളിലും ഈ മുഖ്യമന്ത്രി ജയലളിത ആരോഗ്യവതിയെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത്. അണ്ണാ DMK പ്രവർത്തകരും മുൻപ് കണ്ട അണ്ണാ DMK പ്രവർത്തകരും ഇതേ പ്രസ്താവനകളാണ് നടത്തിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജയലളിതയുടെ പിൻഗാമിയായി പനീർസെൽവം വന്നേക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് വൈകിട്ട് 6:15 അണ്ണാ DMK MLA-മാർ കൂടി അടിയന്തര യോഗം പാർട്ടി ആസ്ഥാനത്ത് ചേരുന്നു എന്ന വിവരം ലഭിക്കുന്നത്. എന്തായാലും അതീവ ഗൗരവകരമായാണ് കേന്ദ്രവും ഈ തമിഴ്നാട്ടിലെ സംഭവവികാസങ്ങളെ ഉറ്റുനോക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാനുള്ള അർദ്ധസൈനിക വിഭാഗം സജ്ജരാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകുന്ന പ്രസ്താവന.
ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതും ക്രമസമാധാന നില അവതാളത്തിലേക്കാകുന്നതുമായ കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഈ അപ്പോളോ ആശുപത്രിക്ക് ചുറ്റുമായി തന്നെ അർദ്ധസൈനിക വിഭാഗം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇരട്ടി പോലീസുകാരും നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അപ്പോളോ ആശുപത്രിയുടെ പുറത്ത് ഇതിന്റെ ഒരു 4 ഇരട്ടി അണ്ണാ DMK പ്രവർത്തകരാണ് തമ്പടിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവരെ നിയന്ത്രിക്കുക എത്രമാത്രം പ്രായോഗികമാണ് എന്നൊരു ആശങ്ക ഉണർത്തുന്നുണ്ട്. എങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇതെല്ലാം നിയന്ത്രണ വിധേയം എന്ന നിലപാടിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഉറച്ചു നിൽക്കുകയാണ്. ഗവർണർ ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിലാണ് ഉള്ളത്. ഈ അപ്പോളോ ആശുപത്രിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി പ്രധാനമന്ത്രിയുമായി ഫോണിൽ ഗവർണർ ബന്ധപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിലെ സംഭവവികാസങ്ങൾ കൂടി പ്രധാനമന്ത്രിയെ ഗവർണർ നേരിട്ട് ധരിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ ഇത് സ്ഥിരീകരിച്ച് ഒരു വാർത്താക്കുറിപ്പോ മറ്റോ പുറത്തിറക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ചികിത്സിച്ച വിദഗ്ധ ഡോക്ടർ റിച്ചാർഡ് ബെയ്ലിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കൊണ്ടുവന്നാണ് ഇത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മറ്റു ചികിത്സാ ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയും ചെയ്തത്. പുതിയൊരു ഒരു വാർത്ത കൂടി തമിഴ്നാട്ടിൽ നിന്നും ഒരു വിഷമിപ്പിക്കുന്ന വാർത്ത കൂടി വന്നിരിക്കുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. ജയലളിതയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആശങ്ക തുടരുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും പടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നതായ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. സിജു, ഒരുപക്ഷെ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ഒരു അമ്മ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത കൂടിയാണ് ഇത് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സൗമ്യ, ഈ രണ്ടാം വരവിൽ അതായത് ഈ സ്വത്ത് സമ്പാദന കേസിൽ ജയിലിലായതിനു ശേഷമുള്ള രണ്ടാം വരവിൽ അതിന് ശേഷം ജയലളിത ഈ ഭരണരംഗത്ത് സജീവമായിരുന്നില്ലെങ്കിൽ കൂടി ജനക്ഷേമകരമായ ഒട്ടേറെ പദ്ധതികളാണ് അത് അമ്മ ബോട്ടിൽ വാട്ടറായാലും അമ്മ ക്യാൻറ്റീൻ ആയാലും അമ്മ TV അടക്കമായാൽ പോലും അത്തരത്തിൽ ജനക്ഷേമകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ജനങ്ങളുടെ മനസ്സിൽ തമിഴ് ജനതയുടെ മനസ്സിലേക്ക് ജയലളിത വീണ്ടും പ്രവേശനം നേടിയത്. ആദ്യഘട്ടം നമുക്കറിയാം 1987 മുതലാണ് ജയലളിത തമിഴക രാഷ്ട്രീയത്തിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത്. വളരെ ഒരു ചരിത്രത്തിൻ്റെ ആവർത്തനം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യത്തിലേക്കാണ് അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 84-ൽ പക്ഷാഘാതത്തെ തുടർന്ന് MGR ആശുപത്രിയിലാകുമ്പോഴുണ്ടായ അതേ സാഹചര്യങ്ങൾ, 84-ൽ പക്ഷാഘാതം ഉണ്ടായതിനെ തുടർന്ന് ജയലളിത MGR ആശുപത്രിയിലാകുമ്പോൾ ഭരണ ചുമതല ആർക്ക് എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. ആ ചോദ്യം വന്നപ്പോൾ അന്ന് നെടുഞ്ചെഴിയൻ എന്ന് പറയുന്ന അതായത് ധനകാര്യമന്ത്രിയായിരുന്ന നെടുഞ്ചെഴിയനാണ് പിന്നെ നാളുകളോളം മുഖ്യമന്ത്രിയായ MGR വഹിച്ചിരുന്ന ചുമതല വഹിച്ചുകൊണ്ട് വരികയും ചെയ്തിരുന്നത്. അന്നും ജയലളിത രണ്ടാം സ്ഥാനത്ത്, അതായത് ജാനകി രാമചന്ദ്രൻ പിന്നീട് മുഖ്യമന്ത്രിയാകുന്നു. അതിനുശേഷം ജാനകി രാമചന്ദ്രന്റെ മരണത്തിന് ശേഷം രണ്ടായി പിരിഞ്ഞിരുന്ന AIADMK ഒന്നായി ചേർത്തുകൊണ്ട് ജയലളിത AIADMKയുടെയും അതോടൊപ്പം തന്നെ തമിഴ് നാടിൻ്റെയും തമിഴക രാഷ്ട്രീയത്തിൻ്റെയും ദ്രാവിഡ രാഷ്ട്രീയ AIADMK രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അന്നു മുതൽ തന്നെ ജയലളിത എന്നൊക്കെ അധികാരത്തിലേക്ക് വരും വിവാദങ്ങളുടെ ഒരു കൂടപ്പുറപ്പ് അല്ലെങ്കിൽ വിവാദങ്ങളും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ജയലളിതയ്ക്കൊപ്പം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലായാലും അതോടൊപ്പം തന്നെ പക്ഷപാതത്തിൻ്റെ കാര്യം, അതായത് ശശികലയ്ക്കും വളർത്തുപുത്രൻ സുധാകരനും അടക്കം സൗജന്യങ്ങൾ ചെയ്തു അടക്കമുള്ള വാർത്തകളിലൂടെ നിറഞ്ഞെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അഴിമതി കഥകൾ വന്നിരുന്നെങ്കിൽ പോലും തമിഴ് മക്കൾ ജയലളിത അല്ലെങ്കിൽ അമ്മ പുരട്ചി തലൈവി ഒരു വികാരമായിരുന്നു. ആ വികാരത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ ആളാണ് ഈ ജയലളിത ഹൃദയസ്തംഭനത്തെ തുടർന്ന് ജയലളിത അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിഞ്ഞ് ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്ന 4ാമത്തെ ആളാണെന്ന്. നേരത്തെ തന്നെ ജയലളിത ജയിലിലായതിനെ തുടർന്ന് 100ഓളം പേർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു വികാരത്തിന്റെ ഘടകം ഏറെക്കുറെ വെള്ളിത്തിരയിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ജയലളിത പിന്നീട് ജനങ്ങളുടെ ആകെ നേതൃത്വം ഏറ്റുകൊടുത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി നിരവധി തവണ വന്ന ജയലളിത എന്തൊക്കെ ചെയ്താലും ജയലളിത അഴിമതി കാട്ടിക്കൂട്ടിയാൽ പോലും അതിനെയൊക്കെ അംഗീകരിക്കുന്ന ഒരു തമിഴ് ജനതയുടെ പക്ഷേ ആ ഒരു സാഹചര്യം കൊണ്ടുകൂടിയായിരിക്കും വലിയൊരു സുരക്ഷ അപ്പോളോ ആശുപത്രിക്ക് ചുറ്റും മാത്രമല്ല തമിഴ്നാട്ടിലുടനീളം വളരെ കർശനമായ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗവർണർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്, അപ്പോളോ ആശുപത്രിയിലുണ്ട്. ഏതായാലും പുതിയ വിവരങ്ങൾ ഇനിയും അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും എത്തേണ്ടിയിരിക്കുന്നു.